ഡെഫിനറ്റ്ലി സ്വർണ്ണ വിലയിലുള്ള വർധനവ് ഒരു പരിധിവരെ ആൾക്കാർക്ക് കൂടുതൽ പൈസ കിട്ടാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഗ്രാം ഉള്ളവർക്ക് തന്നെ കൂടുതൽ തുക കിട്ടുന്നത് കൊണ്ട് ഗോൾഡ് ലോൺ സെഗ്മെന്റിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. മറ്റ് പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുകയും വളരെ കൺവീനിയൻ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്യാമെന്നുള്ളത്. ഇതൊരു ട്രസ്റ്റിന്റെ ബിസിനസ്സാണ്. ഈ മുത്തൂറ്റോ ഓർ ഒരു കമ്പനിയിൽ ഗോൾഡ് ഒരാൾ വെക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിയെ ഇരട്ടി ട്രസ്റ്റ് വേണം. അക്രോസ് ദ കൺട്രി മുത്തൂറ്റാണ് ഗോൾഡ് ലോണിലെ ആ വിശ്വാസ്യത ഉള്ള ഒരു നെയിം. കുറെ വർഷങ്ങൾ കൊണ്ട് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫൈനാൻസ് വിഭാഗം ഉരുത്തിരിഞ്ഞു വന്നു. ഇന്ന് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റായി മാറി. മെയിൻലി ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൗസിംഗ് ലോണ്, അല്ലെങ്കിൽ വാഹന വായ്പ, അതല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ്, അതല്ലെങ്കിൽ ഗോൾഡ് ലോൺസ്. ഇതാ മൂന്നാലെണ്ണം. ഇന്ന് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റായി മാറി എന്നുള്ളതാണ് ഒരു സത്യം. 20 ലക്ഷം കോടിയോളം രൂപയാണ് ഇന്ത്യയിൽ ഇന്ന് ഗോൾഡ് ലോൺ രംഗത്തുള്ളത്. 40 ലക്ഷം കോടിയാണ് ഹോം ഫൈനാൻസ് അല്ലെ ഹൗസിംഗ് ഫൈനാൻസ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ഫൈനാൻസ് അറൗണ്ട് 12 ലക്ഷം കോടിയാണ്. ആൻഡ് പേഴ്സണൽ ഫൈനാൻസ് 8 ലക്ഷം കോടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് എ പേഴ്സണൽ ഫൈനാൻസ് ഇന്ന് ഗോൾഡ് ലോണായി മാറി എന്നുള്ളത് ഓവർ എ പീരീഡ് ഉണ്ടായ ഒരു വലിയ ഒരു ചേഞ്ചാണ്. ആ ചേഞ്ചിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്ടർ ക്രിയേറ്റ് ചെയ്യാൻ മുത്തൂറ്റ് ആണ് അതിന് മുൻകൈ എടുത്തത്. മുത്തൂറ്റാണ് ഇതിനെ ഒരു റെസ്പെക്റ്റബിൾ ഫൈനാൻസ് പ്രോഡക്റ്റായി ഇന്ത്യയിൽ പൊസിഷൻ ചെയ്യുകയും ഇന്ന് ഇന്ത്യയിലെ ബാങ്കുകളും എല്ലാവരും ഈ രംഗത്തുള്ളത്. പക്ഷേ അതിൽ മുൻകൈ എടുത്തതും ഈ ഒരു സെക്ടർ എവോൾവ് ചെയ്തതും മുത്തൂറ്റ് എന്ന് പറയുന്ന ഫൈനാൻസ് വിഭാഗമാണ്. അതാണ്. ആൻഡ് ഇന്ന് വളരെ മറ്റ് പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുകയും വളരെ കൺവീനിയൻ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്യാമെന്നുള്ളത്. ബാക്കി ലോണുകളൊക്കെ ഒരു EMI അല്ലെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടാണ് റീപേ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഓൾ ലോങ് ടൈം. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഐ വുഡ് സേ ദിസ് ഈസ് മോർ കൺവീനിയൻറ്റ് ലോൺ ഓൾസോ. ഒരു സൊസൈറ്റിയിലെ സ്ട്രെസ്സ് കുറയുന്ന ലോണാണ്. പെട്ടെന്ന് കിട്ടും, തിരിച്ച് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടയ്ക്കാം. മോസ്റ്റ് കൺവീനിയൻറ്റ് ഫൈനാൻസ് പ്രോഡക്റ്റും ആയി മാറി. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനൊരു ഫാസ്റ്റ് ഗ്രോത്ത്. ആൻഡ് ഇന്ത്യയുടെ എക്കണോമിക്കും ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്. ഞാൻ ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അറ്റ്ലീസ്റ്റ് 200 basis points higher than the estimate. Estimate was 6.9, 7.1 is estimated. അതിൻ്റെ ഒരു പ്രധാന കാരണം ക്രെഡിറ്റ് ഗ്രോത്ത് ഇൻ ദ ഗോൾഡ് ലോൺ സെഗ്മെന്റ് ഓർ ഗോൾഡ് ലോൺ ക്രെഡിറ്റ് വാസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. സോ ആ ക്രെഡിറ്റ് ഗ്രോത്ത് അത്രയും കൂടുതൽ പണം മനുഷ്യരുടെ കയ്യിലേക്ക് ചെല്ലുന്നത് കൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഈസ് ഹയർ. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഗോൾഡ് ലോൺ കമ്പനീസ് ആർ മേക്കിംഗ്. ഓവറോൾ GDP ഗ്രോത്ത് ഈസ് better, etc. because of this gold loan segment. And today that's one of the most respected finance product in India. Every bank, every NBFC is aggressively into the market. That's good for the market and public also. Definitely സ്വർണ്ണ വിലയിലുള്ള വർധനവ് ഒരു പരിധിവരെ ആൾക്കാർക്ക് കൂടുതൽ പൈസ കിട്ടാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഗ്രാം ഉള്ളവർക്ക് തന്നെ കൂടുതൽ തുക കിട്ടുന്നത് കൊണ്ട് ഗോൾഡ് ലോൺ സെഗ്മെന്റിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആവശ്യത്തിനുള്ള ഗോൾഡ് അവരുടെ റിക്വയർമെന്റ് തന്നെയാണ് മുന്നിലുള്ളത്. പക്ഷേ റിക്വയർമെന്റ് ക്യാൻ ബി മെറ്റ് വിത്ത് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ്. വില കൂടിയത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഒരു ചെറിയ സ്വർണ്ണം ഒരു 2 ഗ്രാം കയ്യിലുള്ള ഒരാൾക്ക് അല്ലെ 10 ഗ്രാം കയ്യിലുള്ള ഒരാൾക്ക് 11,000 1,20,000 രൂപ കിട്ടും. നേരത്തെ അതേ സ്വർണ്ണം ഉപയോഗിച്ച 50,000 രൂപയെ കിട്ടത്തുള്ളായിരുന്നു 10 ഗ്രാം കൊണ്ട്. അപ്പൊ ആ ഒരു വിലയിലുള്ള വർധനവ് ഡെഫിനറ്റ്ലി ആൾക്കാരുടെ റിക്വയർമെന്റ് ഉള്ളവർക്ക് അവർക്ക് കൂടുതൽ എമൗണ്ട് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ പേരും ചിന്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു 10 ഗ്രാമോ 20 ഗ്രാമോ ഇല്ലാത്ത ആരുമില്ല. അപ്പൊ അവർ നോക്കുമ്പോൾ ശരിയാ, 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എനിക്കൊരു പേഴ്സണൽ ലോണിനോ അല്ലെ വേറൊരു ബാങ്കിലോ തപ്പി നടക്കണ്ട. എളുപ്പത്തിൽ ഒരു മുത്തൂറ്റോ
അല്ലെ ഒരു ഗോൾഡ് ലോൺ കമ്പനിയിൽ പോയാൽ 10 മിനിറ്റ് കൊണ്ട് കാര്യം കിട്ടും. അതുപോലെ തന്നെ എപ്പോൾ വേണേൽ അത് തിരിച്ചടയ്ക്കാം. ഗോൾഡ് ലോണിന് അങ്ങനെയുള്ള എല്ലാ കൺവീനിയൻസും ഉണ്ട്. നോ എൻട്രി ഫീസ്, നോ എക്സിറ്റ് ഫീസ്, ആക്ച്വൽ നമ്പർ ഓഫ് ഡേയ്സിന് മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. EMIയുടെ കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് വില കൂടിയതിനോടൊപ്പം ഈ കൺവീനിയൻസും കൂടെ ഉള്ളപ്പം കൂടുതൽ പേര് ഗോൾഡ് ലോണിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു കേരള ബിസിനസ് 3% ഉള്ളൂ. ഇന്ത്യയൊക്കെ എമ്പാടും മുത്തൂറ്റ് എന്ന് പറയുന്ന ആ ഒരു നെയിമിനെ വളരെ ഗോൾഡ് ലോൺ എന്നൊരാൾ കേട്ടാൽ അത് മുത്തൂറ്റ് എന്നുള്ളതാ ഫസ്റ്റ് നെയിം കമ്മിങ്. എനിബഡി ഇൻ ഇന്ത്യ തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം അതിന് സ്വർണ്ണവില കൂടിയതിനെ ഡെഫിനറ്റ്ലി അതിന് ആ ഞങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യത്തില് ഇതൊരു ലോൺ ബിസിനസ് എന്ന് പറയുന്നതിലും ഇതൊരു ട്രസ്റ്റിന്റെ ബിസിനസ്സാ. ഈ മുത്തൂറ്റോ ഒരു കമ്പനിയിൽ ഗോൾഡ് ഒരാൾ വെക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിയെ ഇരട്ടി ട്രസ്റ്റ് വേണം. എന്നിട്ട് പകുതി എമൗണ്ട് അല്ലെ ഒരു 60% അയാൾ തിരിച്ചെടുക്കുന്നുള്ളൂ. സോ മോർ ട്രസ്റ്റ് ഈസ് റിക്വയർഡ് ഫോർ ബൈ ദ കസ്റ്റമർ ഇൻ ദ കമ്പനി ദാൻ കമ്പനിക്ക് കസ്റ്റമറിലുള്ള വിശ്വാസത്തിനേക്കാളും ആവശ്യമുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ മുത്തൂറ്റ് ഒരു ട്രസ്റ്റഡ് നെയിം എന്നുള്ള ആ പേര് അക്രോസ് ദ കൺട്രി കൊണ്ടുപോകാനും ആൾക്കാര് അവരുടെ സ്വർണം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥലമൊന്നും അത് തിരിച്ച് വേറൊരു മിസ്മാനേജ്മെന്റ്, ഞങ്ങളുടെ സേഫ്റ്റി സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് അത് തിരിച്ച് കയ്യിൽ കിട്ടുമെന്നും ഓപ്ഷനില്ല ഈസി ആയിട്ട്. മറ്റ് പല കമ്പനികളും ഒക്കെ ഉണ്ട്, ഇതിനെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മുത്തൂറ്റ് പക്ഷേ ഇത് ആ കസ്റ്റമറുടെ ഗോൾഡ് ഓപ്ഷനിലൊക്കെ നഷ്ടപ്പെടാതെ അവർക്ക് ഒത്തിരി കൂടിയൊക്കെ സമയം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അക്രോസ് ദ കൺട്രി മുത്തൂറ്റാണ് ഗോൾഡ് ലോണിലെ ആ വിശ്വാസ്യത ഉള്ള ഒരു നെയിം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ മൈൻഡിൽ ഒരു ഗോൾഡ് ലോണിനെ പറ്റി ചിന്തിച്ച ഫസ്റ്റ് നെയിം മുത്തൂറ്റ് ഉണ്ടെങ്കിൽ എവിടാ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി മുത്തൂറ്റിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കൂടുതൽ പൈസയും എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.